അരുണിൻ്റെ സ്ഥാനാർത്ഥിത്വം CPIയുടെ വിപ്ലവകരമായ ഒരു രാഷ്ട്രീയ തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. മൂവാറ്റുപുഴയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട നേതാക്കളെ അവരുടെ അനുയായികളെ ഒന്നും നമ്മൾ തവിട് കൊടുത്ത് വാങ്ങിയതല്ലല്ലോ. നമസ്കാരം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് മൂവാറ്റുപുഴയിൽ നടക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കൊടനാടനും LDF സ്ഥാനാർത്ഥി N അരുണും തമ്മിലുള്ള മത്സരം ഇരു മുന്നണികളുടെയും അഭിമാന പോരാട്ടമാണ്. ആരെ ജയിപ്പിക്കണം എന്നുള്ളത് അത് ജനങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഫലമറിയാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. N അരുണിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. അരുണിൻ്റെ സ്ഥാനാർത്ഥിത്വം CPIയുടെ വിപ്ലവകരമായ ഒരു രാഷ്ട്രീയ തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ നിയമസഭയിലേക്ക് ഹിന്ദു വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി 1965 ശേഷം ആദ്യമായാണ് മത്സരിക്കുന്നത്. അതായത് അരുൺ ഹിന്ദു സാമുദായിക പരിഗണന വെച്ച് സ്ഥാനാർത്ഥിയായി വന്നതാണ് എന്നല്ല പറയുന്നത്. മറിച്ച് CPIയിൽ പല ആളുകളും സ്ഥാനാർത്ഥിയായി ചർച്ചയിൽ വന്നു. ഒടുവിൽ N അരുണിന് നറുക്ക് വീഴുകയായിരുന്നു. അവരുടെ പാർട്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. അതാണ് നടന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മതേതരത്വം പറയുകയും സമുദായ സ്വാധീനം നോക്കി മാത്രം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം ശക്തിപ്പെട്ടിരിക്കെ ഒരു മാതൃകയും മാറ്റവുമാണ് അരുണിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മൂവാറ്റുപുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് UDFും LDFും പൊതുവെ സ്വീകരിക്കുന്ന നിലപാടാണ് തിരുത്തിയിരിക്കുന്നത്. എത്ര പ്രധാനപ്പെട്ട നേതാക്കളാണെങ്കിലും പ്രദേശത്ത് സാമുദായിക മുൻതൂക്കം നോക്കി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. സ്ഥാനാർത്ഥിയില്ലെങ്കിൽ ഒന്നുകിൽ സ്വതന്ത്രരെ നിർത്തും, പാർട്ടിയിൽ തന്നെ പെട്ട പ്രധാനികളെ ഒഴിവാക്കി സമുദായത്തിൽ നിന്നുള്ള അപ്രധാനികളെ മത്സരിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. വ്യത്യസ്തമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിരുന്ന പാർട്ടികൾ പോലും പിന്നീട് സാമുദായിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയാണ് ചെയ്യും. കേരള കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്താണോ ചെയ്യുന്നത്, മുസ്ലിം ലീഗ് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്താണോ ചെയ്യുന്നത്, അതുതന്നെയാണ് CPMും കോൺഗ്രസും CPIയും ഒക്കെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ അതാണ് ആവർത്തിക്കുന്നത്. ഈ പ്രവണത കുറയുകയല്ല, കൂടി വരികയാണ്. ബന്ധപ്പെട്ട സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയില്ലെങ്കിൽ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണെങ്കിലും ഈ രീതി നടപ്പിലാക്കും. മൂവാറ്റുപുഴ എടുക്കൂ. 1957 മുതൽ 15 തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ചിലർ തുടർച്ചയായി വിജയിച്ചിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്ത 11 MLAമാർ ഉണ്ടായിട്ടുണ്ട്. അതിൽ 11 പേരും ഒരു മതവിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഇത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ മാത്രമേ നടപ്പിലാക്കാവൂ എന്ന് പറയുന്നതിലാണ് തെറ്റ്. കോൺഗ്രസ് ആകട്ടെ LDF ആകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയാലും ഏത് സ്ഥാനാർത്ഥി എങ്ങനെ വന്നാലും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ചേർന്ന് പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യും. ഒരു സമുദായ സംഘടനയുടെ സമ്മർദ്ദം കൊണ്ട് സ്ഥാനാർത്ഥി നിർത്തിയാലും അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വോട്ട് ചെയ്യണം, വേണ്ടേ? അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയെ മതം ജാതി പറഞ്ഞ് മറുഭാഗത്തുള്ളവർ മാറ്റി നിർത്തുകയല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മൂവാറ്റുപുഴ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും മത്സരിക്കാവുന്ന സ്ഥലമാണ് എന്ന് മാത്രമാണ്. മൂവാറ്റുപുഴ മാത്രമല്ല, നിരവധി മണ്ഡലങ്ങളിൽ ഇത്തരം മാറ്റം സ്വീകരിക്കുന്നതിന് സാധിക്കും. കേരളം പൊതുവെ എടുക്കുമ്പോൾ സമാന രീതിയിൽ ചിലയിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്താനാവും, ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനാവും. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ പ്രദേശത്തിൻ്റെ സാമുദായിക മുൻതൂക്കം മാത്രം നോക്കി അത്തരക്കാരെ മാറ്റി നിർത്തുന്ന കപട രാഷ്ട്രീയം ഉപേക്ഷിക്കാനാവും. മൂവാറ്റുപുഴയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട നേതാക്കളെ അവരുടെ അനുയായികളെ ഒന്നും നമ്മൾ തവിട് കൊടുത്ത് വാങ്ങിയതല്ലല്ലോ. അവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊന്നും സ്ഥാനാർത്ഥിയാകാൻ അയൽപക്കത്ത് പോലും വരാൻ പാടില്ല എന്ന് പറയാനാവില്ലല്ലോ. ഇവിടെ ആര് ജയിക്കണം ആര് തോക്കണം എന്നുള്ളതല്ല, അത് ജനങ്ങൾ രാഷ്ട്രീയമായി തീരുമാനിക്കട്ടെ. ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ നിലപാട് അനുസരിച്ച് വോട്ട് ചെയ്യട്ടെ. അത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശമാണ്, മൗലിക അവകാശമാണ്.